ഹലോ, ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിത് വിഷുവിൻ്റെ പിറ്റേ ദിവസം ബിരിയാണി വെക്കാം കേട്ടോ. അപ്പോൾ കറുവപ്പട്ട, ഏലക്കായ, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടണേ, ഉപ്പ്, പിന്നെ എസൻസ് ഒഴിച്ചു, ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അരി കഴുകി അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ അത് ഇപ്പുറത്തെ അടുപ്പിൽ സബോള അതേ വറുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയിട്ടാ. പിന്നെ അരി ഇടയ്ക്ക് വെന്തോന്ന് നോക്കണേ, അധികം വെന്ത് പോയാൽ രസം ഉണ്ടാവില്ല. ഒരു പകുതി വേവായിട്ട് നമുക്കത് ഊറ്റിയെടുക്കണം. അപ്പോൾ അരി വെന്തപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക്, വലിയ പാത്രമാണ് കേട്ടോ, അപ്പോൾ അതിലേക്ക് ഊറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഡവർ വെച്ചിട്ട് ദമ്മിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഡാൽഡി നെയ്യും സബോള വറുത്തതും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണി അരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ സബോള വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരിയും പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയും പിന്നെ ഈ ഡാൽഡയും നെയ്യും ഒഴിച്ചിട്ട് അത് അടച്ചു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെർലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയും തക്കാളിയും മല്ലിയുടെ ഇലയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി ഇതാക്കി, എന്നിട്ട് അതിലേക്ക് മോരൊഴിച്ച് സെറ്റാക്കിയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബിരിയാണി കഴിച്ചു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ കേട്ടോ.